പ്രിയപ്പെട്ടവരെ, ദീർഘനാളുകളായിട്ട് ക്യാംഷഡ് റോഡിൽ നിരന്തരമായിട്ട് കുഴികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം ക്യാംഷഡ് റോഡ് റീടാറിങ് നടത്തിയിട്ട്, റീടാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മുഴുവൻ റീടാറിങ് നടത്തിയിട്ട് ഏകദേശം 10 കൊല്ലങ്ങൾ കഴിഞ്ഞു. നിരന്തരം മെയിൻ്റനൻസ് ചെയ്യും, PWD ആയിട്ട് നമ്മൾ ബന്ധപ്പെടാറുണ്ട്, ഇതൊന്ന് ടാർ ചെയ്യണം. റോഡ് ഇങ്ങനെ പല പല വിധത്തിൽ ലെവലല്ലാതെയാണ് ഇരിക്കുന്നത്. നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ഈ കൊല്ലം ഫണ്ട് വെക്കാം, അടുത്ത കൊല്ലം ഫണ്ട് വെക്കാമെന്നാണ് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ക്യാംഷഡ് റോഡില് 2-3 ഗട്ടറുകൾ ഫോം ചെയ്തത്. ഗട്ടറുകൾ ചെറിയ ഗട്ടറുകളായിരുന്നു. അപ്പൊ തന്നെ നമ്മള് PWDയും അതുപോലെ തന്നെ AE മെയിൻ്റനൻസ് ചെയ്യാണ് ഇത് റോഡിന്റെ വർക്കൊക്കെ ചെയ്യുന്നതാണ് അറിയപ്പെടുന്നത്. മെയിൻ്റനൻസിനായിട്ട് സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. അപ്പൊ അവരാണ് ഈ വർക്കുകൾ ചെയ്യണതെന്ന് അറിഞ്ഞതിന്റെ ബലത്തിൽ അവരെ അറിയിക്കുകയും അപ്പൊ അവർ ഉടനടി ചെയ്യാം, മഴ മാറിയിട്ട് ചെയ്യാം, അവരെ കുറ്റപ്പെടുത്തുന്നല്ല, മഴ നിരന്തരമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ ഈ റോട്ടില് ഒരു അപകടം ഉണ്ടാവുകയായിരുന്നു. രാവിലെ ഞങ്ങൾ എണീറ്റത് ആ അപകടത്തിന്റെ ശബ്ദം കേട്ടിട്ടാണ്. ഒരു ചേച്ചി ജോലിക്ക് പോയ ചേച്ചിയാണ്. ആ ചേച്ചി ആ കുഴിയിൽ വീണ് മറയുകയും നിരന്തരം ആളുകൾ വീണ് വലിയ അപകടങ്ങളൊന്നും സംഭവിക്കാറില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ ഒരു വലിയ അപകടമാണ് സംഭവിച്ചത്. ആ ചേച്ചിയുടെ താടിയൊക്കെ പൊട്ടി ആകെ വിഷയമായിരുന്നു. LF-ലാണ് അഡ്മിറ്റ് ചെയ്തത്. അപ്പോ അത്രത്തോളം ഭയാനകമായ രീതിയിലേക്ക് ഈ കുഴികൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ പ്രദേശവാസികൾക്കും കൗൺസിലറിന് എനിക്കും ഇതിനൊരു മുൻകൈ എടുക്കേണ്ട വന്നത്. ഈ റോഡിലെ കുഴി ആളുകൾ കാണാത്ത, മഴ പെയ്യുമ്പോൾ ഒട്ടും കാണില്ല. അപ്പൊ അതുകൊണ്ടാണ് മുൻകൈ എടുത്ത് റോഡിൽ ഇങ്ങനെ ഒരു ചേമ്പ് നടാനായിട്ടുള്ള സാഹചര്യം ഉണ്ടായത്. ആ കുഴി നല്ല താഴ്ചയിൽ കൂടിയാണ്. അപ്പോ മഴ മാറുമ്പോഴോ എന്തെങ്കിലും ഒരു പരിഹാരം MLA അടക്കം വിളിച്ചു പറഞ്ഞിട്ട് പോലും അവർ ഉടനടി ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലും പറയുന്നതല്ലാതെ ചെയ്യുന്നില്ല. അപ്പോ ഇതിന് എന്തെങ്കിലും ഉടനടി പരിഹാരം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. മുനിസിപ്പാലിറ്റിയും MLA-യും കൗൺസിലർ എന്നല്ലേ ഞാനും ഇത് അറിയിച്ചിട്ട് ഇതിന് നടപടി ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് ഒരു സീരിയസ് ആയിട്ട് അവര് കണക്കിലെടുത്ത് ഇതിനൊരു പരിഹാരം കാണണമെന്ന് മാത്രം പറഞ്ഞോളൂ.